അങ്ങനെ പൂനെയിൽ നിന്നും എത്തിയ സാധനം ഇതാ ഇവിടെ ഇറക്കാൻ പോകട്ടോ. വാവ്, കറക്റ്റ് സമയത്താണ് ഞാൻ ഇവിടെ എത്തിയത്. ഏതായാലും പൂനെയിൽ നിന്ന് 4 ദിവസത്തെ യാത്രക്കൊടുവിൽ നമ്മുടെ കേരളത്തിലൂടെയുള്ള NH66 വർക്കിൽ ഒരു വെറൈറ്റി വർക്കാട്ടോ, ബ്രിഡ്ജിൻ്റെ വർക്ക് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർക്ക് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യട്ടോ. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറക്കാട്ടിരി ബ്രിഡ്ജിൻ്റെ വെറൈറ്റി വർക്കാട്ടോ, കോഴിക്കോട് ബൈപ്പാസിലുള്ള പുറക്കാട്ടിരി ബ്രിഡ്ജിൻ്റെ വർക്ക് വെറൈറ്റി വർക്കാട്ടോ. നമ്മുടെ കേരളത്തിലെ NH66 വർക്കിൽ ഈ വർക്ക് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എൻ്റെ കണ്ണിൽ ആദ്യമായിട്ട് കാണുകയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ തന്നെ ആരും ചീത്ത അറിയണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ഇതാട്ടോ റെഡിമെയ്ഡ് ഗേഡറാട്ടോ അങ്ങോട്ട് വരുന്നത്. ഇത് കാണുന്നുണ്ടെങ്കിൽ എടാ, ഇതൊക്കെ വെറൈറ്റി ഗേഡർ. ഇതുവരെ കണ്ട ഗേഡർ വർക്ക്, ബ്രിഡ്ജ് വർക്കൊന്നുമല്ല. ഇപ്പം നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3 പാലത്തിൻ്റെ വർക്കുണ്ട്. ഒന്ന് കോരപ്പുഴ പാലം, അതുപോലെ ഒന്ന് ഇതാ ഈ പുറക്കാട്ടിരി പാലം, പിന്നെ ഒന്ന് അറപ്പുഴ ബ്രിഡ്ജ്. ഈ 3നും ഇനി സാധാരണ ഗേഡർ വെച്ചിട്ടല്ല വർക്ക് കേട്ടോ. ഇതുപോലെ റെഡിമെയ്ഡ് ഗേഡർ. ഈ ഗേഡർ എവിടെ നിന്ന് കൊണ്ടുവരുന്ന അറിയാം? ഇത് പൂനെന്ന് കൊണ്ടുവരാം കേട്ടോ. പൂനെന്ന് ട്രക്കിൽ ഒരു 4 ദിവസത്തെ യാത്രക്കൊടുവിൽ അവരിവിടെ എത്തിച്ചു. ഓരോന്നിങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലേ ഐറ്റംസ് സാധനം കേട്ടോ. ഇതുകൊണ്ടാണ് ഇനി ബ്രിഡ്ജിൻ്റെ മുകളിൽ ഗേഡറും പോലെ ഇത് വെക്കാൻ പോകുന്നത്. ഇത് 14 ടണ്ണ് വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. 14 ടണ്ണ് വെയിറ്റുള്ള സാധനമാണ് പൂനെന്ന് ഇങ്ങനെ ഓരോ പീസായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഇതെങ്ങനെയൊക്കെ വെക്കുന്നതൊക്കെ പറഞ്ഞു കേട്ടോ. അതിൻ്റെ പുറക്കാട്ടിരി ബ്രിഡ്ജിൻ്റെ കാഴ്ചകൾ കൂടിയൊക്കെ ഒന്ന് കാണാം. ബ്രിഡ്ജിൻ്റെ ഫുട്പാത്തൊക്കെ കട്ട് ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുട്പാത്ത് ഫുള്ള് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണ്ട. കട്ട് ചെയ്ത പീസുകളാണ് ഈ കൊണ്ടുവച്ചതൊക്കെ. ഇതാക്കണ്ടോ, വലിയ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് 3 അടി സ്ക്വയറിൻ്റെ ബ്ലേഡില്ലേ, 3 അടി അവിടെ ഉണ്ട്, കാണുന്നുണ്ട്. എത്ര വലിപ്പമുള്ള ബ്ലേഡാണ്, അവിടെ പോയിട്ട് നോക്കാം. 2 അടി. നമ്മുടെ ഫുട്പാത്ത് ഏകദേശം 2 അടി ഹൈറ്റുള്ള കോൺക്രീറ്റിനാണല്ലേ. അടിപൊളി ഒരാളുങ്കലിൻ്റെ വർക്ക്, നല്ല സെറ്റപ്പ്. ഇത് നമ്മുടെ കൈവരിയൊക്കെ ഉണ്ടല്ലോ, ഒരു റെസ്റ്റൊന്നും പിടിച്ചില്ല. എത്ര കാലമായിട്ട്, എത്ര 10 കൊല്ലമായില്ലേ, 10 കൊല്ലം കഴിഞ്ഞില്ലേ. ഇതിൻ്റെ മുകളിലൊന്നും അറിയാതെ വന്ന് കയറിപ്പോയതാരും. ചിലപ്പോൾ ഇതൊക്കെ ഫുള്ള് കട്ട് ചെയ്ത് വെച്ചാണ്, അടി വരെ കട്ട് ചെയ്ത് വെച്ചാണ്. ചിലപ്പോൾ അറിയാതെ വന്ന് അപ്പോഴേക്ക് കയറുന്ന സമയത്തായിരിക്കും ടക്ക് തന്നെ അവിടെ പൊട്ടി വീഴുക. അവരിത് ക്രെയിൻ ഉപയോഗിച്ച് എടുക്കുന്നതാണ്. ഈ ബ്ലേഡ് ഇത് ചെറിയ ബ്ലേഡ്, 3 അടി ഹൈറ്റുള്ള ബ്ലേഡ്. ഇത് 4 അടി. 4 അടി വലിയ ബ്ലേഡ് കേട്ടോ. 2 അടി തിക്കുള്ള കട്ട് ചെയ്യാൻ ഈ ബ്ലേഡ് വേണം. ഇതവരിത് അവിടെയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ ഇവിടെ എത്ര സ്പാൻ വരുന്നുണ്ട്? 1 2 3 4 5 സ്പാൻ വരുന്നുണ്ട്. 5 ഗ്യാപ്പ്. 5 ഗ്യാപ്പിലേക്ക് എത്ര ഗേഡർ? 3ഉം 15 ഗേഡർ വേണം. യെസ്, ഒരു ഭാഗത്ത് 3 എണ്ണം കേട്ടോ. ഇവിടെ അതിൻ്റെ കാഴ്ചകൾ കാണാം. 3 എണ്ണം വരുന്നുണ്ട് ഇവിടെ. 1 2 3. അപ്പം അങ്ങനത്തെ ഒരു പീസ് ഒരു ഗേഡറിന് അത് എത്ര മീറ്റർ? 8 മീറ്റർ 9 മീറ്ററിൻ്റെ അടുത്തുണ്ട്. കറക്റ്റ് ഇവർ ക്യാംസിൻ്റെ എഞ്ചിനീയർമാർ ഇവിടെ ഇല്ല കേട്ടോ. ഇത് ലോഞ്ചിങ് വർക്ക്, ഇത് എടുത്തു വെക്കാനുള്ള വർക്ക് വേറെ ആളുകൾക്ക് സബ് കൊടുത്താന്ന് തോന്നുന്നു. അപ്പോൾ അവർ ക്യാംസിൻ്റെ വർക്കായിട്ട് അവർ ഇതിനെപ്പറ്റി അറിയില്ല കറക്റ്റ് എന്താണെന്നുള്ളത്. ഇതിൻ്റെ ആളുകളൊക്കെ വരാൻ തുടങ്ങുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ലോഞ്ചറിൻ്റെ നിർമ്മാണം ഇവിടെ ജോലിക്കാരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ലോഞ്ചറിൻ്റെ ഉള്ളിൽ കൂടി തന്നെ എത്തിക്കേണ്ട സാധനം കേട്ടോ. ഇവിടെയൊക്കെ പണ്ട് ഒരു ലോഞ്ചറൊക്കെ ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതിയായിരുന്നു അല്ലേ. അതിൽ ഓരോന്നും അതിൻ്റെതായ സമയത്തല്ലേ നടക്കുകയുള്ളൂ. ദാസ എന്ന് പറഞ്ഞ മാതിരി ഒക്കെ അതിൻ്റെതായ സമയത്ത് നടക്കുകയുള്ളൂ. ലോഞ്ചർ ഇറക്കി വെക്കാൻ ഇതിൻ്റെ മുകളിൽ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ലോഞ്ചറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. എന്തായാലും ഒരാഴ്ചൻ്റെ ഉള്ളിൽ സംഭവം ലോഞ്ചർ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ലോഞ്ചർ സെറ്റാവും. അതിൻ്റെ ഇടയിൽ ഈ ഗേഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്ന വർക്ക് നടക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ഗേഡർ ഈ ഭാഗത്തു നിന്നാണ് എടുത്ത് വെച്ച് പോകുന്നത്. ഇവരുടേതായ ഒരു ഓഫീസ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്.
ജോലിക്കാർക്കൊക്കെ ചിലപ്പോൾ വീടായിരിക്കും. ഇത് വേറെ തന്നെ ടീംസാട്ടോ. ഈ ഗാഡർ എടുത്ത് വെക്കുന്നത് വേറെ തന്നെ ടീമാണ്. ഇതുവരെ സബ് എടുത്ത ടീം ചെന്നൈയുള്ള കമ്പനിയാട്ടോ. ചെന്നൈയുള്ള കമ്പനിയാണ് ഇത് സബ് എടുത്തിരിക്കുന്നത്. അവരാണ് ഈ ഗാഡർ എടുത്ത് വെക്കുന്ന ജോലികൾ പൂർത്തിയാക്കി കൊടുക്കുക. അത് ഈ സ്ലാബ് വാർക്കലൊക്കെ ചിലപ്പോൾ ക്യാൻസൽ തന്നെ ആയിരിക്കും. ഇതാണ് ആ ഗാഡറിൻ്റെ ഉൾഭാഗം. കണ്ടോ, ഒരാൾക്ക് ഉഷാറായിട്ട് നടന്നു പോകാം. ഇതിന് ഇവിടുന്ന് ജോയിൻറ്റ് ചെയ്യണം. ജോയിൻറ്റ് ചെയ്തിട്ട് എത്ര 4 അടി ഗ്യാപ്പ് ഉണ്ടാവും കേട്ടത്. 4 അടി ഗ്യാപ്പ്, മുകളിലേക്കൊരു 5 അടി ഉണ്ടാവും. അങ്ങനെ കുറച്ചൊരു ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇതിന് ജോയിൻറ്റ് ചെയ്യേണ്ട പണിയുണ്ട് കേട്ടോ. ജോയിൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതുണ്ടോ, ഈ ഒരു ഗാഡി ഉണ്ടല്ലോ, ഈ ഗാഡി ഇതാ ഇതിൻ്റെ ഉള്ളോട്ട് കറക്റ്റ് നിൽക്കും. ഇത് ഇതിൻ്റെ ഉള്ളോട്ട് കറക്റ്റ് നിൽക്കും. അതിനെക്കൊണ്ട് ജോയിൻ്റ് ആവുന്നില്ല കേട്ടോ. ഇതിങ്ങനെ പ്രസ്സായിട്ട് അതിന് ചെറിയൊരു പിടുത്തത്തിന് വേണ്ടിയിട്ട്. ഇത് ഫുള്ള് കോൺക്രീറ്റ് തന്നെയാണോ, സാധാ സിമൻറ്റ് കൊണ്ട് തന്നെയാണോ ഇത് കോൺക്രീറ്റ് ചെയ്യുന്നത്? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. എന്തായാലും ഇതിൽ നല്ല കോട്ടിങ് പെയിൻറ്റുകളൊക്കെ അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്, 2 ജോയിൻറ്റ് ഇതിങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾസ് കാണുന്നുണ്ടെങ്കിൽ ഈ ഹോൾസിലൂടെ പ്രീ ട്രസ്സിങ് ടെക്നോളജി, നമ്മുടെ കമ്പി കേബിളുകൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചിട്ട് ടൈറ്റാക്കുക. 4 പീസാന്ന് തോന്നുന്നത്. 8 മീറ്റർ 3 പീസാ 4 പീസോ? അവരോട് ചോദിച്ചപ്പോൾ 3 പീസാന്ന് പറഞ്ഞത്. ചില ആളുകൾ 4 പീസ് പറഞ്ഞു. എന്തായാലും ഇത്ര പീസായാലും അങ്ങനെയാണ് ഇത്. അത് 3 പീസ് എന്നാന്ന് തോന്നുന്നു അല്ലേ. 1 2 3 4. ഇത് വെച്ചത് നോക്കുമ്പോൾ 4 പീസാ. ഓക്കെ, 1 2 3 അല്ലേ. ഓക്കെ, അത് കറക്റ്റ് അവർ വെച്ച് പോയതാട്ടോ. ഓക്കെ, ഇത് 4 പീസാണ്. അതിൻ്റെ തലഭാഗം അത് അവിടെ, അതാണ് 1 2 3 4. ഇതിൻ്റെ ഈ എൻഡ് ഭാഗം ഇതാണ്, ഈ കറക്റ്റ് ഇതാ സ്ലോപ്പുള്ള ഭാഗം. അതുപോലെ അടുത്ത ഗാഡറിൻ്റെ സ്റ്റാർട്ടിങ് അത് അവിടെ നിന്ന് തുടങ്ങുന്നു. ഈ ഹോൾസിലൂടെ ഈ കേബിളുകൾ ഒരു 18 20 കേബിൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട്, ഒന്നിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനത്തെ 20 കേബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിഫ്റ്റിംഗ് കേബിളില്ലേ, നല്ല ഉറപ്പുള്ള, എത്ര പൊക്കിയാലും പൊട്ടാത്ത സൈസുള്ള ആ കേബിളുകൾ ഇതിലെ പോയിട്ട് ടൈറ്റ് ആക്കിയതിന് ശേഷം ഫുള്ള് ടൈറ്റ് ആക്കും. അങ്ങനെ 20-80 കേബിൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട് ടൈറ്റ് ആവും. അതിന് ശേഷമാണ് ഇത് ഞാൻ പറഞ്ഞതിലേക്ക് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നതോടുകൂടി. പിന്നെ ഇതിൻ്റെ അടിയിൽ കോൺക്രീറ്റ് ഉണ്ടാവും എന്നുള്ള അറിയില്ല കേട്ടോ. എന്തായാലും ഞാനിത് ഫിറ്റാക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഫുൾ കാഴ്ചകൾ എനിക്ക് കാണണം. അതുപോലെ എൻ്റെ കാഴ്ചക്കാർക്ക് കൂടി കാണിച്ചു കൊടുക്കണം. 8-9 മീറ്റർ. അപ്പോൾ 8 മീറ്റർ ആകുമ്പം സാധാരണ 35 മീറ്റർ, ഇത് 35 മീറ്റർ നീളമുണ്ടാവും. 8 8 16 16ഉം 32. 8 മീറ്ററാണ് 32 മീറ്റർ മൊത്തം. അതല്ല 9 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ 36 മീറ്റർ. ഏകദേശം 4 പീസ് തന്നെ വരും. അതിൻ്റെ മുകളിൽ കൂടി എന്തോ ലൈനും പോകുന്നുണ്ടല്ലേ. ഇതിലെയും ആ കേബിൾ ടൈറ്റ് ആക്കുന്ന ജോലി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഈ ഭാഗം കൊള്ളയും അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിക് ലൈനുകളോ ബാക്കിയുള്ള പൈപ്പുകൾ പോകാൻ വേണ്ടി വെച്ചതോ. പിന്നെ അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ സ്ലാബ് വാർക്കാം. ഇതിൻ്റെ അടിയിൽ പിന്നെ സ്ലാബ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ അടിപൊളി 10 ഇഞ്ച് സ്ലാബ് വാർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഒരടി തന്നെ തിക്കുണ്ടാവും ഇവിടുത്തെ സ്ലാബ് വാർക്കൽ. അതോടുകൂടി ഇത് തമ്മിൽ പിടുത്തായി. പിന്നെ ഒരിക്കലും മൂപ്പര് താവില്ല. എന്താ ഇതിൻ്റെ നിർമ്മാണം, ഈ ഗാർഡർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് കോൺക്രീറ്റ് എന്താണെന്ന് അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് എനിക്ക് നല്ലൊരു എക്സൈറ്റ്മെൻറ്റ്. കാണുമ്പോൾ തന്നെ ഓരോ വർക്കുകളെ നമ്മളെ കണ്ണിൽ പെടാത്ത എത്ര ഐറ്റംസ് വർക്കുകളുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് നമ്മുടെ വണ്ടിയിൽ സാധനം എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇറക്കുന്ന 14 ടൺ ഇത് പൂനെയിൽ നിന്ന് വന്ന വണ്ടികൾ ഇവിടെ ഇറക്കുന്ന കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഈ ഇതിൻ്റെ മുകളിൽ ഗാഡറിൻ്റെ മുകളിൽ ഇതിന് ഗാഡർ തന്നെയാണോ, ഇതിനെന്താ വേറെ എന്തെങ്കിലും പേരുണ്ടോ, അതും ഒന്നും കമൻറ്റ് ചെയ്യണ്ട. നമ്മൾ ഗാഡർ തന്നെ പറയുന്നു. നമ്മളെ ട്രെയിൻ അങ്ങോട്ടാ പോകുന്നത്, വേറെ പോയേക്കാ. ഇതിൻ്റെ മുകളിൽ പൂനെയിൽ നിർമ്മാണ കമ്പനികൾ ഇവിടെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടോ KAMSൻ്റെ KL11
ആ കോഴിക്കോടിലേക്കുള്ള KL11. പിന്നെ അതുപോലെ നമ്മളെ ഗേഡറിൻ്റെ മുകളിലുള്ള ഇവരുടെ ഏരിയ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ, അതിനായിരിക്കും അത്. പിന്നെ അത് 1/25/26 എന്താ ഡേറ്റാ 11/25/11 പുറപ്പെട്ട ദിവസം. എന്തായാലും ഡേറ്റുകളൊക്കെ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോന്നിനും ഓരോ നമ്പറുകൾ, ഏത് ഭാഗത്ത് വെക്കണ്ട എന്നുള്ള നമ്പറുകളൊക്കെ ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഞാൻ 4 എണ്ണം കാണിച്ചില്ലേ, അതിനനുസരിച്ചാണ് അവരിവിടെ കറക്റ്റാക്കി ഇറക്കി വെക്കുന്നത്. എന്തായാലും കേബിള് വലിച്ച് ടൈറ്റാക്കി ഫിറ്റാക്കുന്ന ജോലി കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ പൂനെയിൽ നിന്നും എത്തിയ സാധനം ഇവിടെ ഇറക്കാൻ പോകുന്നുണ്ട്. വാവ്, കറക്റ്റ് സമയത്താണ് ഞാൻ ഇവിടെ എത്തിയത്. ഏതായാലും പൂനെയിൽ നിന്ന് 4 ദിവസത്തെ യാത്രക്കൊടുവിൽ തിരുനെൽവേലിയിലത്തെ ഡ്രൈവറാട്ടോ, ട്രക്കാണ്, മൂപ്പരാണിത് ഇവിടെ എത്തിച്ചത്. ഓക്കെ, അടിപൊളി. അത് മെല്ലെ പൊക്കി പിടിക്കുന്നു, ട്രക്ക് മുന്നോട്ടെടുക്കുന്നു, അവിടെ താത്തി വെക്കുന്നു. അതായിട്ട് ഇതിൻ്റെ പരിപാടി തോന്നുന്നു. യെസ് 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 യെസ്. പതിനാല് ടണ്ണ് തൂക്കിയെടുത്തിട്ട് ഇവിടെ ഇറക്കി വെക്കുന്ന കാഴ്ച, അതിമനോഹരമായ കാഴ്ച. സൂപ്പർ. മെല്ലെ ഒരു ഭാഗത്ത് താത്തി വെച്ചാൽ മതി അല്ലേ, കറക്റ്റ് ലെവലല്ല. അങ്ങനെ തന്നെ ആയിരിക്കാൻ തോന്നുന്നു. അവരൊക്കെ അതിൻ്റെ സെറ്റപ്പ് കറക്റ്റ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ നിർമ്മാണമൊക്കെ. ഒരു ഭാഗം മെല്ലെ താത്തിയിട്ട് മറ്റേ ഭാഗം മെല്ലെ അമർത്തുന്ന കാഴ്ച ആയിരിക്കും. അടിയിൽ അവർ റണ്ണർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് നല്ല ഇറക്കി വെക്കുന്നു. യെസ്, തലൈവാ. സുഖല്ലേ? വജ്രത്തിൻ്റെ പേര് കണ്ടപ്പം തന്നെ മനസ്സിലായി നമ്മളെ ആളെന്നാണ്. അങ്ങനെ ഓരോ ട്രക്കുകൾ ഇങ്ങനെ വരുന്നു, ഇവിടെ ഇറക്കി വെക്കുന്നു. എത്ര ദൂരത്തുനിന്ന് കൊണ്ടുവരണല്ലേ. എന്തായാലും വെറൈറ്റി ബ്രിഡ്ജ് വർക്ക് തന്നെ കേട്ടോ ഇവിടെ നടക്കുന്നത്. ഒന്നവിടെ വന്നിട്ടുണ്ടല്ലോ. യെസ്, ഒന്നതാ അവിടെ എത്തിയിട്ടുണ്ട്. ഇവര് ഡ്രൈവർമാരോട് ചോദിച്ചിട്ടോ, അവർ പറഞ്ഞെന്താ അറിയോ, 4 ദിവസത്തെ യാത്ര, പകല് 2 മണിക്കൂർ ഉറങ്ങും, എന്നിട്ടാണ് അവരിവിടെ എത്തിക്കുന്നതെന്നാണ് കേട്ടോ. 14 ടണ്ണും വഹിച്ചും കൊണ്ടുള്ള ഈ യാത്ര ഈ ട്രക്കിനെ സംബന്ധിച്ചിടത്തോളം സിമ്പിൾ പരിപാടി ആയിരിക്കില്ലേ. ഇതിന് എത്ര ടണ്ണ് കപ്പാസിറ്റി ഉണ്ട് ഈ വണ്ടിക്ക് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തിട്ടോ. ഡ്രൈവറോട് ചോദിക്കാൻ വിട്ടേ. ഓരോ പീസാട്ടോ വണ്ടികൾ ഓൺ ദ വേയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കോരപ്പുഴ ബ്രിഡ്ജിനും ഇത് തന്നെ കേട്ടോ സാധനം. അപ്പോൾ സ്നേഹിതന്മാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. റോഡ് വർക്കിൻ്റെ കാഴ്ചകൾ കാണുന്ന ആളുകൾക്കൊക്കെ ഈ വെറൈറ്റി വർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കേണ്ട. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.